മലയോര ഹൈവേക്ക് ഭൂമി വിട്ടുകൊടുത്ത ആൾക്കാരാണ് ഞങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ അത് വലിയൊരു ഗതികേടിലാണ്. ഞങ്ങൾ ഡ്രൈനേജിൻ്റെ പണി പൂർത്തിയാക്കാത്തതുകൊണ്ട് കിണർ എല്ലാം മലിനമായി കിടക്കുന്നതാണ്. വിവിധ സ്ഥലങ്ങളിലെ കലിങ്ങിൻ്റെ പണിയും പാതി വഴിയിൽ തന്നെയാണുള്ളത്. തൊട്ടിൽപ്പാലം മുള്ളൻകുന്ന് മലയോര ഹൈവേ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിൽ നിർത്തിവെച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിൽ. റോഡ് ചെളിക്കുളമായതോടെ ഇതുവഴിയുള്ള ഗതാഗതം ഏറെ ദുഷ്കരമാണ്. വയനാട്ടിൽ നിന്നും മലയോര ഹൈവേ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ കാവിലുംപാറ മരുതോകര പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ഇതിന്റെ ഭാഗമായുള്ള തൊട്ടിൽപ്പാലം മുള്ളൻകുന്ന് റോഡിൽ 4 കിലോമീറ്ററോളം ദൂരത്തിൽ മലയോര ഹൈവേയുടെ പ്രവൃത്തി 7 മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതാണ്. ഇതിൽ ഒരു കൾവെട്ട് പുതുക്കി നിർമ്മിക്കുന്നതിനായി കുഴിയെടുത്ത ഭാഗമാണ് കാടുമൂടി കിടക്കുന്നത്. മഴക്കാലം എത്തിയാൽ വെള്ളക്കെട്ടുണ്ടാകുന്ന അമ്പലക്കാവ് ഭാഗത്ത് പണി ഇഴഞ്ഞു നീങ്ങിയതിനാൽ ഭാഗികമായി കൾവെട്ട് നിർമ്മിച്ച ഇടം ഉൾപ്പെടെ ഏറെ അപകട ഭീഷണിയിലാണ്. അപകട സൂചന നൽകാൻ ഒരു റിബൺ മാത്രമാണ് കെട്ടിയത്. ഓവുചാലുകളുടെ പ്രവൃത്തി എങ്ങും എത്താത്തതിനാൽ വെള്ളം കെട്ടിക്കിടന്ന റോഡ് ചെളിക്കുളമായി മാറിക്കഴിഞ്ഞു. റോഡിന് സമീപത്തെ വീടുകളിലെ കിണറുകൾ പോലും മലിനമായതായി നാട്ടുകാർ പറയുന്നു. മലയോര മേഖലയായ ജനസാന്ദ്രത ഏറെയുള്ള മുള്ളൻകുന്ന് കോതോട് ഭാഗങ്ങളിലേക്ക് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ സർവീസ് നടത്തുന്ന ഈ റോഡിൽ ക്വാറി വേസ്റ്റെങ്കിലും ഇട്ട് താൽക്കാലിക പരിഹാരം കാണാൻ പോലും കരാർ കമ്പനി തയ്യാറാവാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. മലയോര ഹൈവേക്ക് ഭൂമി വിട്ടുകൊടുത്ത ആൾക്കാരാണ് ഞങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ അത് വലിയൊരു ഗതികേടിലാണ് ഞങ്ങൾ ഈ നാടിൻ്റെ അവസ്ഥ. പണി പാതി വഴിയിൽ വെച്ച് അവർ പോയി. സ്കൂളിൻ്റെ പരിസരമാണ്. അപകടകരമായ രീതിയിലാണ് റോഡും അതിൻ്റെ കൈവരികളിൽ വേണ്ടത്ര യാതൊരു തരത്തിലുള്ള സുരക്ഷ ഒന്നും പാലിക്കാത്ത രീതിയിലാണ് റോഡ് പണി പാതി വഴിയിൽ നിർത്തിവെച്ചത്. മഴക്കാലം മഴ വരുന്നതോടുകൂടി മൊത്തം റോഡും വെള്ളത്തിലാണ്. വാഹനങ്ങൾ അതുവഴി പോകാൻ പറ്റുന്നില്ല. പല സ്കൂട്ടറിന് വരുന്ന ആളുകൾ ഇപ്പോൾ പലപ്പോഴും വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ നമ്മളെ കിണർ വൃത്തികേടായി. ഇവർ ഡ്രൈനേജിൻ്റെ പണി പൂർത്തിയാക്കാത്തതുകൊണ്ട് കിണർ എല്ലാം മലിനമായി കിടക്കുന്നതാണ്. ചെളി വെള്ളം ഇറങ്ങിയിട്ട് സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകേണ്ട വഴിയാണ്. മാത്രമല്ല കലിങ്ക് ഇവിടുന്ന് 1 കിലോമീറ്ററിനുള്ളിൽ വിവിധ സ്ഥലങ്ങളിലെ കലിങ്കിൻ്റെ പണിയും പാതി വഴിയിൽ തന്നെയാണുള്ളത്. വലിയ അപകടാവസ്ഥയിലാണ് ഉള്ളത്. വല്ലാത്തൊരു ഗതികേടിലാണ് നാട്ടുകാരുള്ളത്.